നിങ്ങളുടെ പങ്കാളിയുടെ കറൻറ്റ് ഫീലിങ്സ് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടി ഇത് കേൾക്കാനിരിക്കുക. ഞാൻ മന്ത്രമൊക്കെ ചൊല്ലിയിട്ടാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ പേരോ എന്താണ് അത് കമൻ്റ് ഇടുക താഴെ. അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്കും കിട്ടും. ഇനി ചാനലൊന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പ്രൈവറ്റ് റീഡിംഗ് വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. നേരെ മെസ്സേജിലേക്ക് പോവാം. 7 സോഡ്സ് ആണ് ആദ്യത്തെ കാർഡ്. ക്യൂൻ പെൻഡക്കൾ, 8 സോഡ്സ്, 3 കപ്പ്, 10 പെൻഡക്കൾ, പേജ് വാണ്ട്, ലവ് കാർഡ്. ഓരോ ദിവസം ഓരോന്നാണ് ലവ് കാർഡ് കിട്ടുന്നത്. കിങ് വാണ്ട്, ഭൂമി വന്നു, ക്യൂൻ ഓഫ് വാണ്ട് വന്നു, ക്യൂൻ ഓഫ് കപ്പും വന്നു. മകയിരം, തിരുവാതിര, പുണർദം, ചിത്തിര, ചോതി, വിശാഖം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി. ഇതൊക്കെ ബ്ലെസ്സിങ് സ്റ്റാറായിട്ട് വന്നു എന്ന് ഞാൻ പറയില്ല. ഇവിടെ കിട്ടിയിട്ടുള്ള നാളുകളാണ്. 7 വന്നിട്ടുണ്ട്, 8 വന്നിട്ടുണ്ട്, 4 2 തവണ വന്നിട്ടുണ്ട്, 10 വന്നിട്ടുണ്ട്, 10ഉം 2 തവണയാണ് വന്നിരിക്കുന്നത്. 6 വന്നിട്ടുണ്ട്, 14 വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്, 21 വന്നിട്ടുണ്ട്, 13ഉം വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്പറുകൾ. ആദ്യത്തെ കാർഡ് 7 സോഡ്സ് ആണ്. ഒരു പക്ഷേ ഇവർ നിങ്ങളോട് കള്ളത്തരവും തരികടയൊക്കെ പറയുന്ന ആളായിരിക്കാം. അല്ലെങ്കിൽ ഇവർ ഒരു തരികടുള്ള ആരുടെ കയ്യിൽ പോയി പെട്ടിട്ടുണ്ട്. തേർഡ് പാർട്ടി ആണെന്നാണ് ഇവിടെ കാണുന്നത്. അതിൽ ട്രാപ്പിലായി എന്നാ പറയുന്നത്. കാര്യം പലതാണ്. സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ പ്രണയം നടിച്ച് ട്രാപ്പിലാക്കിയതാണോ, അതുമല്ലെങ്കിൽ വീട്ടുകാർ വിവാഹത്തിന് കണ്ടുവെച്ച ഒരാളുടെ പ്രണയത്തിൽ വീണുപോയോ, ട്രാപ്പിലായിരിക്കുകയാണ്, പ്രണയം നടിച്ചിട്ട് വീഴ്ത്തിയിരിക്കുകയാണ്. അതുമല്ലെങ്കിൽ ദമ്പതികളാണെങ്കിൽ തേർഡ് പാർട്ടിയിലേക്ക് പോയോ, ഇതാണ് ഇവിടെ ചോദിക്കുന്നത്. ഒരുപക്ഷെ കള്ളം പറയുന്ന ആരുടെ കയ്യിൽ ഇവർ പോയി പെട്ടു. എന്തെങ്കിലുമൊക്കെ സാഹചര്യം കൊണ്ടായിരിക്കാം, പ്രണയം കൊണ്ട് അവരെ ട്രാപ്പിലാക്കിയിരിക്കുകയാണ്. അപ്പം ഇവിടെ നമ്മൾ പ്രണയത്തിൻ്റെ കാര്യമാണ് നോക്കുന്നത് അല്ലേ, മറ്റു കാര്യങ്ങളല്ലല്ലോ. അപ്പം അവരെ പ്രണയത്തിൽ ട്രാപ്പിലായി എന്നാണ് ഇവിടെ പറയുന്നത്. അതുമല്ലെങ്കിൽ ഇനി മറ്റൊരു മെസ്സേജ് തരാനുള്ളത്, നിങ്ങളോട് കള്ളങ്ങൾ പറഞ്ഞും തരികട കാണിച്ചും നിങ്ങളെ വീഴ്ത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ ഏതാണ് നിങ്ങളുടെ സാഹചര്യം, അതുപോലെ ഈ മെസ്സേജുകൾ എടുക്കുക. കാരണം വിവാഹിതരാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറയാം. സോഷ്യൽ മീഡിയ വഴിയൊക്കെയാണല്ലോ പരിചയപ്പെടുന്നത്. കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറയാം. തനിച്ച് കണ്ടുമുട്ടൊക്കെ ചെയ്യുമ്പോൾ കുടുംബമൊന്നും കൂടെ ഉണ്ടാവില്ല അല്ലേ, ചെറുപ്പക്കാരും ആയിരിക്കും. നമുക്ക് അറിയില്ല അവരുടെ യഥാർത്ഥ മുഖം എന്താണ്. അങ്ങനെ നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടി ചില കുറുക്കു വഴികൾ തേടിയ ആളുകളെയും ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ അവരുടെ ട്രാപ്പിൽ വീണതായിട്ടും കാണുന്നുണ്ട്. ഒരു ഭാര്യയായ സ്ത്രീയുടെ പ്രണയത്തിൽ വീണിരിക്കുകയാണ് നിങ്ങളുടെ പങ്കാളി, പുരുഷനാണത്. അതാണ് ക്യൂൻ ഓഫ് പെൻഡക്കൾ പറയുന്നത്. അവർ നല്ല സ്നേഹം നടിച്ചു, ഇവരെ വീഴ്ത്തി. ഡെവിൾ എനർജിയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോഴാണ് അറിയുന്നത് അവർക്കൊരു കുടുംബം ഉണ്ടെന്ന്. ചില പങ്കാളികൾ അടുക്കും, പ്രണയിക്കും, അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അവസാനം ഫിസിക്കൽ ബന്ധത്തിലെത്തുമ്പോൾ ഇവർ ചില ഡിമാൻഡുകൾ വയ്ക്കും. ഫിസിക്കൽ ബന്ധത്തിന് മുൻപ് എന്നോട് അത് ചോദിക്കരുത്, ഇത് ചോദിക്കരുത്, ഞാൻ വിവാഹം കഴിഞ്ഞ ആളാണ്, എന്നോടൊന്നും ചോദിക്കരുത്, ആ ബന്ധം എന്തായി എന്നൊന്നും ചോദിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള തരികടകൾ പറയും. അപ്പോൾ എനിക്ക് ചില ആളുകളൊക്കെ പറഞ്ഞാണ് കേട്ടോ ഇതൊക്കെ അറിയുന്നത്. അങ്ങനെയുള്ള തരികട പറയുമ്പോൾ ഈ പാവം ഇവർ അവിവാഹിതരായിരിക്കും, അത്രയ്ക്ക് സ്നേഹിക്കുന്നവരായിരിക്കും, അവരുടെ ട്രാപ്പിൽ പോയി പെടും. അങ്ങനെ പോയി പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവരൊരു മുങ്ങലങ്ങ് മുങ്ങും. പിന്നെ അവരുടെ ഒരു വിവരം ഉണ്ടാവില്ല. അവരെ കാണിച്ചതെല്ലാം തരികടയാണ്. അവർ പല കാര്യങ്ങളും നമ്മളോട് പറഞ്ഞില്ല, പല കാര്യങ്ങൾ ഹൈഡ് ചെയ്തു. ഞാനാണെങ്കിൽ ആത്മാർത്ഥമായിട്ടാണ് പ്രണയിച്ചത്, വേണ്ടതെല്ലാം ഞാൻ കൊടുത്തു, എന്നിട്ടും എനിക്കെന്താണ് കുറവ്, എന്തുകൊണ്ടാണ് എന്നെ ഉപേക്ഷിച്ച് പോയത്, ഇങ്ങനെ ഇവരെ സങ്കടപ്പെടുക, വേവലാതിപ്പെടുക, ഇതൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ട്രാപ്പിൽ ഇവർ വീണതായിട്ടാണ് ക്യൂൻ ഓഫ് പെൻഡക്കൾ പറയുന്നത്. വളരെ നല്ല ആളാണ്, നല്ല അഭിനയിക്കാൻ അറിയാം,
എന്നാൽ അവരുടെ പകുതി കാര്യങ്ങളെ നിങ്ങൾ അറിയുന്നുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം പകുതി കാര്യം അറിഞ്ഞാൽ മതിയോ? പ്രണയിക്കുമ്പോഴും ഫിസിക്കൽ ബന്ധത്തിനൊക്കെ പോകുമ്പോഴും ചിലപ്പോൾ ട്രാപ്പിലാക്കാൻ തന്നെ ആയിരിക്കുക, പണം തട്ടാനൊക്കെ ആവാം. ഹണി ട്രാപ്പൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലുള്ള ട്രാപ്പിലായ ആളുകളും ഇത് കാണുന്നുണ്ടാവും, പാവങ്ങൾ. അപ്പം എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. അതൊക്കെ വേറെ വിഷയങ്ങളാണ്. നമ്മളിവിടെ സോൾ കണക്ഷൻ, പ്രണയം, ഇത് മാത്രമാണ് നോക്കുന്നത്. അത്രയും ചതിക്കുന്നവരുടെ കാര്യമൊന്നും നമ്മളിവിടെ പറയില്ല. അപ്പം ഇവിടെ ഭാര്യയായിട്ട് വിവാഹം കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിയാതെ പ്രണയിച്ചവരാവാം, അല്ലെങ്കിൽ ഭർത്താവും കുട്ടികളുടെ അച്ഛനുമായിട്ട് ഇപ്പുറത്തിരിക്കുന്ന ആൾക്ക് അതൊന്നും അറിയാതെ പ്രണയിച്ചതാവാം. അങ്ങനെ പങ്കാളിയുടെ ട്രാപ്പിലായതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളി മറ്റൊരാളുടെ ട്രാപ്പിലായതാണോ എന്ന് നിങ്ങൾക്ക് അറിയാലോ ഇത് കേൾക്കുമ്പോൾ. ഇവിടെ ഈ ലേഡിയെക്കുറിച്ച് പറയുന്ന ടീച്ചറായിരിക്കാം എന്ന് പറയുന്നുണ്ട്, സോഷ്യൽ വർക്കർ ആയിരിക്കാം എന്ന് പറയുന്നുണ്ട്, പഞ്ചായത്തിലെ വില്ലേജിലെ ജോലികളൊക്കെ ആയിരിക്കാം, സാമൂഹ്യ പ്രവർത്തക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലേതോ ഒരാളാണ്. അത് തിരിച്ചുമാവാം. ജെൻഡർ നമുക്ക് ഇവിടെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് പുരുഷനുമാവാം. കുറച്ച് വിഷമുള്ള ഡെവിൾ എനർജിയാണ് ആ കാർഡുകൾ പറഞ്ഞത്. ഇനി ട്രാപ്പിലായില്ലേ? ട്രാപ്പിലായ വ്യക്തിക്ക് പുറത്ത് കിടക്കാൻ വഴി കാണുന്നില്ല. ഇതിൽ നിന്ന് മാറിപ്പോണമെന്നുണ്ട്. ഞാൻ ചതിക്കപ്പെട്ടു, ഞാൻ ഇതിൽ വീണു പോയി എന്ന് മനസ്സിലായിട്ടും അതിൽ നിന്ന് കരകയറാൻ പറ്റാതെ അവിടെ തന്നെ ഇരിക്കുന്ന ഒരാളെയാണ് നമ്മൾ കാണുന്നത്. ഒരാൾക്കൊരു മണ്ടത്തരം ഒരു പ്രാവശ്യമല്ലേ പറ്റൂ? മണ്ടത്തരം പറ്റി, അതിൽ നിന്ന് ഇനി പുറത്ത് കിടക്കുക എങ്ങനെയാണ് എന്നാണ് അവർ ചിന്തിക്കേണ്ടത്. അതല്ല അവർ ചിന്തിക്കുന്നത്. അവർ സ്വയം അവനവൻ്റെ വിധിയെ പഴിച്ചിട്ട് അവിടെ അങ്ങനെ തടഞ്ഞിരിക്കുന്നതാണ് നമുക്കിവിടെ കാണുന്നത്, അല്ലേ? അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ തെറ്റുകൊണ്ടോ അവരുടെ തെറ്റുകൊണ്ടോ നിങ്ങളൊരു ട്രാപ്പിലായി, എന്നാൽ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ നോക്കൂ എന്ന് പറയുന്നത്. നമുക്കൊരു തെറ്റ് പറ്റിയ തിരുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നാണ് 8 സൂട്ട്സ് ഇവിടെ പറഞ്ഞിരുന്നത്. ഒരു വഴിയുണ്ട്, ആ വഴി നിങ്ങൾ കണ്ടെത്തൂ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് തോന്നുകയാണ് വഴിയില്ല എന്ന്, ചുറ്റിനും ജയിൽ പോലെയാണല്ലേ? എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വഴിയുണ്ട് എന്നാണ് പറയുന്നത്. ഒന്നൊരു കുരുടൻ മറ്റൊരു പാണ്ഡൻ എന്ന് പറഞ്ഞതുപോലെയാണ് അടുത്ത കാർഡ് വന്നിരിക്കുന്നത്. 7 സോഡ്സ് പറയുന്നു നല്ലോണം കള്ളം പറയുന്ന ആളാണെന്ന്, ചതിക്കുന്ന ആളാണെന്ന്. ഇനി 3 കപ്പ് പറയുന്നു വല്ലപ്പോഴും മാത്രമേ സത്യം പറയൂ എന്നാണ്. മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടാവും പുരുഷന്മാരാണെങ്കിൽ. ഇനി സ്ത്രീകളും മദ്യപിക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് തരം തിരിക്കുന്നൊന്നുമില്ല. മദ്യപിക്കുന്ന സ്വഭാവമുണ്ട്, കള്ളം നല്ലോണം പറയും. വല്ലപ്പോഴും മാത്രം സത്യം പറയുക എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതം പോലെ സംഭവിക്കുന്നതാണ്, അല്ലേ? ഈ കാട്ടിക്കൂട്ടുന്നതും പറയുന്നതും എല്ലാം കള്ളത്തരങ്ങളായിരിക്കും. ഇനി തേർഡ് പാർട്ടി ഉണ്ട്, ട്രയാങ്കിൾ ലവ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതിലേതിലാണ് പെടുന്നത്? കള്ളം പറയുമോ നിങ്ങളുടെ പങ്കാളി, അതോ മദ്യപിക്കുകയോ, അതോ തേർഡ് പാർട്ടി ഉണ്ടോ? അപ്പോൾ ഈ 3 മെസ്സേജും ഞാൻ നിങ്ങൾക്ക് തന്നു. ഇതിലേതോ ഒന്നാണ് നിങ്ങളുടെ പങ്കാളിയുടെ ഇപ്പോഴത്തെ സാഹചര്യം. ഇനി ഒരു പോസിറ്റീവ് മെസ്സേജ് പറയാനുള്ളത്, പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുക, സുഹൃത്തുക്കൾ ഒന്നിച്ചു കൂടുക, സെലിബ്രേറ്റ് ചെയ്യുക, ഇതുപോലുള്ള ഒരു സാഹചര്യം അവർക്കുണ്ട്. അപ്പോൾ നമുക്ക് നല്ല മെസ്സേജ് എടുക്കാം, അല്ലേ? നെഗറ്റീവ് മെസ്സേജുകളും ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു പക്ഷേ അതിലൂടെ കടന്നു പോകുന്നവരും ഉണ്ടാവും. അത്തരം അനുഭവത്തിലൂടെ പങ്കാളി കള്ളം പറയുക, മദ്യപിക്കുക, തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പോൾ കുറച്ച് അടുപ്പത്തിലാവുക, ആ സാഹചര്യം ഉണ്ടാവാം. ഇനി വന്നിരിക്കുന്നു ക്യൂൻ ഓഫ് വാണ്ട്, ക്യൂൻ ഓഫ് കപ്പ്, അല്ലേ? ഇത് ഭാര്യമാർക്ക് വേണ്ടി വരുന്നതാണ്. കുറച്ച് ബോൾഡായ ഭാര്യയാണ് ക്യൂൻ ഓഫ് വാണ്ട് കാണിക്കുന്നത്. ക്യൂൻ ഓഫ് കപ്പ് അങ്ങനെയല്ല, കുറച്ച് പാവമാണ്, ദയുള്ള ആളാണ്, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ആളാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിവുള്ള ആളാണ്. ആ കഴിവില്ലായ്മയാണ് പ്രണയത്തിലെ പരാജയമായിട്ട് പറയുന്നത്, അല്ലേ? പങ്കാളി ഒന്ന് പറയും, മറ്റേയാൾ വേറൊന്ന് കേൾക്കും. ഇത് ഇല്ല എന്നാണ് പറയുന്നത് ക്യൂൻ ഓഫ് കപ്പ്. എന്നാൽ ക്യൂൻ ഓഫ് വാണ്ട് അങ്ങനെയല്ല, കുറച്ച് അടക്കി ഭരിക്കുന്ന സ്വഭാവമാണ്, താൻ പോരിമ കൂടുതലായിരിക്കും, ഭർത്താവിനെ നിയന്ത്രിക്കുന്ന ലേഡിയായിരിക്കും. ഇനി ക്യൂൻ ഓഫ് വാണ്ട് ഇന്ന് തരുന്ന മെസ്സേജ് ഒന്നിൽ കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പം വിവാഹിതരും 2 ബന്ധത്തിലൊക്കെ പോയിപ്പെടുന്ന കാലമാണല്ലേ. ഈ ഭാര്യ 2 ബന്ധമുള്ള ആളാണ് എന്ന് പറയുന്നത്. ഭർത്താവും ഉണ്ട്, ഒരു പ്രണയമുണ്ട്. സോൾ കണക്ഷൻ ആയിരിക്കാം, വെറും പ്രണയം മാത്രമായിരിക്കാം, മനസ്സിൻ്റെ ഇഷ്ടം മാത്രമായിരിക്കാം. അങ്ങനെയുള്ളൊരു ലേഡിയാണ് ക്യൂൻ ഓഫ് വാണ്ട് കാണിക്കുന്നത്. ഇത് ജെൻഡർ പറയാൻ പറ്റില്ല, പുരുഷനുമാവാം. അപ്പം ഇവിടുത്തെ ചിത്രം കണ്ടിട്ട് നമ്മൾ ക്യൂനാണ് കിങ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ കിങ്ങും ക്യൂനും കൂടി വന്നിട്ടുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നാണ് പറയുന്നത്. അപ്പം ദാമ്പത്യത്തിൽ ഒരു തേർഡ് പാർട്ടി ഉള്ളവരും ഉണ്ട്, അതല്ലെങ്കിൽ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അതിനിടയിൽ ഒരു തേർഡ് പാർട്ടി വന്നവരും ഉണ്ട്.
ഇനി രണ്ട് കുടുംബമുള്ളവർ പ്രണയിക്കുന്നുണ്ടാവും. അവർക്കിടയിലെ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ പങ്കാളികൾ തന്നെയാണ്. അപ്പോൾ ഇതിലേതാണ് നിങ്ങളുടെ റിലേഷൻ എന്ന് നിങ്ങൾക്കേ അറിയുള്ളൂ. എന്തായാലും ഇവിടെ കുറച്ച് കള്ളത്തരം തരികടയൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഇവിടെ ഇരിക്കുന്ന ആളാണോ അപ്പുറത്തിരിക്കുന്ന ആളാണോ എന്ന് നിങ്ങൾക്കേ അറിയൂ. ഞാനത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ദേഷ്യവും. ഇനി ക്യൂൻ കപ്പാണ് നല്ല സ്നേഹമയിയായ ഭാര്യ അമ്മ എന്ന് പറയുന്നത്. ക്യൂൻ വാണ്ട എന്ന് പറഞ്ഞാൽ അഭിനിവേശത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. പുരുഷനാവാം സ്ത്രീയാവാം. സെക്ഷൽ ആയിട്ടുള്ള താല്പര്യങ്ങൾ, ഫിസിക്കൽ ബന്ധം ഒക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടിയാണ് ക്യൂൻ വാണ്ട് വരുന്നത്. എന്നാൽ അതൊന്നുമല്ലാത്തൊരു കാര്യം ചിന്തിക്കുന്ന ആളാണ് ക്യൂൻ ഓഫ് കപ്പ്. ഇത് രണ്ട് ഭാര്യയുടെ സ്ഥാനം തന്നെയാണ്. ഒന്ന് ഫിസിക്കൽ താല്പര്യത്തിനും അടിമപ്പെടുത്തുന്ന സ്വഭാവത്തിനും കൺട്രോൾ ചെയ്യുന്ന സ്വഭാവത്തിനും പേര് കേട്ട ആളാണെങ്കിൽ മറ്റേ ആൾ അങ്ങനെയല്ല. നല്ലോണം സ്നേഹിക്കുന്ന ആളാണ്, ദയുള്ള ആളാണ്, വേറെ ആരും വേദനിപ്പിക്കാൻ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഇത് നിങ്ങളായിരിക്കുക. ക്യൂൻ ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളായിരിക്കുക. അതുകൊണ്ടാണല്ലോ അവർക്ക് വേണ്ടി എല്ലാ ദിവസവും നിങ്ങൾ ഈ റീഡിങ് കേൾക്കുന്നത്. അത്രയ്ക്ക് ക്ഷമ കൊണ്ടും അത്രയ്ക്ക് സ്നേഹം കൊണ്ടും. അപ്പം ഈ ക്യൂൻ ഓഫ് വാണ്ടായിരിക്കണം തേർഡ് പാർട്ടി. അവരെ കൺട്രോൾ ചെയ്ത് നിങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോയി ട്രാപ്പിലാക്കിയ വ്യക്തിയായിരിക്കുക ക്യൂൻ ഓഫ് വാണ്ട്. നിങ്ങളൊരു ഭാര്യയാണ് അമ്മയാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിനെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരുപക്ഷെ ഭർത്താവ് മരിച്ച് മറ്റൊരാളെ പ്രണയിക്കുന്ന ഒരു കുട്ടിയുള്ള ആളായിരിക്കാം. അതുമല്ലെങ്കിൽ ഭർത്താവുണ്ട്, കുട്ടിയുണ്ട്, എങ്കിലും ഭർത്താവിൽ നിന്നൊരു ഭാര്യ എന്നുള്ള പരിഗണന കിട്ടാതിരിക്കുമ്പോൾ നമ്മുടെ തന്നെ സോളിനെ കണ്ടെത്തുക, അവരോടൊരു സ്നേഹം തോന്നുക, ഒരു ഇഷ്ടം തോന്നുക. കിട്ടില്ല എന്നറിയാം. യാതൊരു വിധത്തിലും നെഗറ്റീവായിട്ട് അവരുമായിട്ട് സമീപിക്കുന്നില്ല. അങ്ങനെയൊക്കെ കാത്തിരിക്കുന്ന ഒരാളും ആയിരിക്കാം. ഇവിടെ ഈ ലേഡി സ്നേഹം മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഫിസിക്കൽ ബന്ധമോ പണമോ അല്ലെങ്കിൽ അവരെ ഇങ്ങ് കുടുംബത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരണമെന്നോ ഇതൊന്നും ചിന്തിക്കാത്ത സ്നേഹമയ്യായ ഒരു ലേഡിയെയാണ് നമുക്ക് ക്യൂൻ ഓഫ് കപ്പ് കാണിച്ചു തരുന്നത്. എന്നാൽ ക്യൂൻ ഓഫ് വാണ്ട അങ്ങനെയല്ല. കുറച്ച് താൻ പോരുമുണ്ട്, ബോൾഡാണ്, അസൂയുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്, അഹങ്കാരമുണ്ട്, ഇനി ഫിസിക്കൽ താല്പര്യമുണ്ട്. ഇതെല്ലാം കൂടി കലർന്ന ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് ക്യൂൻ ഓഫ് വാണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ പങ്കാളി പോയി പെട്ടിരിക്കുകയാണ്. അതിനുശേഷം നിങ്ങളോട് കള്ളത്തരം പറയുകയാണ്. അതാണ് ആദ്യത്തെ കാർഡ് മുതൽ ക്യൂൻ ഓഫ് വാണ്ട് അല്ലെങ്കിൽ ക്യൂൻ ഓഫ് കപ്പ് വരെയുള്ള കാർഡുകൾ പറയുന്നത്. ക്യൂൻ ഓഫ് വാണ്ടിന് പറ്റിയ കിങ് ആണ് കേട്ടോ. അതൊത്തിരി ബോൾഡായ ആളാണ്, അഹങ്കാരിയാണ്, ഫിസിക്കൽ താല്പര്യമുള്ള ആളാണ്, ഭാര്യയോട് കള്ളം പറയുന്ന ആളാണ്, മറ്റുള്ളവർക്കൊക്കെ ധാരാളം ഭാര്യ കോരി കൊടുക്കും. ഭാര്യയുടെ അടുത്ത് വരുമ്പോൾ മാത്രം അന്തർമുഖനാണ്, ബഹിർമുഖനും അന്തർമുഖനുമാണ്, അഹങ്കാരിയാണ്, താൻ പോരുമുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് അങ്കാരകനാണ്. അങ്കാരകൻ എന്ന് പറഞ്ഞാൽ അഹങ്കാരിയായ അങ്കാരകൻ. ഞാൻ ഇന്നലെ പറഞ്ഞു മീനം രാശിയിൽ അങ്കാരകൻ വന്നു കഴിഞ്ഞാൽ സോഫ്റ്റായി മാറുന്നു. ഇവിടെ അങ്ങനെയല്ല. ഭയങ്കര യുദ്ധത്തിൻ്റെ താല്പര്യമുള്ള അങ്കാരകനാണ്. നിങ്ങളൊന്ന് എതിർത്താൽ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചോട്ടെ എന്നുള്ള ഭാവമാണ് രാജാവിന്. ഒരു തേർഡ് പാർട്ടി ഉണ്ട്, പേടിച്ച് മാറുന്ന രാജാവല്ല. ഉണ്ട്, അതെൻ്റെ ഇഷ്ടമാണ് എന്നുള്ള അഹങ്കാരമുള്ള, നിങ്ങളെ അത്രയ്ക്കൊന്നും വാല്യൂ തരാത്ത, നിങ്ങൾ വേദനിച്ച ഒന്നുമില്ലാത്തൊരു രാജാവാണ് ഇവിടെ കിങ് വാണ്ടായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രിയായിട്ടാണ് ക്യൂൻ വാണ്ടും കിങ് വാണ്ടും വന്നിരിക്കുന്നത്. ക്യൂൻ വാണ്ട് അവരെ ട്രാപ്പിലാക്കിയെങ്കിൽ കിങ് വാണ്ട് വിചാരിക്കുന്നത് നിങ്ങളിൽ നിന്ന് കിട്ടാത്തൊരു സ്നേഹം തേടി പോയതാണ് കേട്ടോ. അപ്പൊക്കെ അഹങ്കാരമായിരുന്നു, ഭയങ്കര അഹങ്കാരമായിരുന്നു. നിങ്ങൾ അറിഞ്ഞാലും വേണ്ടില്ല, നിങ്ങളുടെ മുന്നിൽ നിന്നൊക്കെ മെസ്സേജ് അയക്കുക വിളിക്കുകയൊക്കെ ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾ വേദനിക്കുന്നത് ഇവർ ആസ്വദിക്കുകയാണ്. വേദനിക്കട്ടെ എന്നുള്ളൊരു അഹങ്കാരമാണ്. അവർക്കറിയാം നിങ്ങൾ സ്നേഹിക്കുകയുള്ളൂ എന്ന്. എന്തൊക്കെ ചെയ്താലും നിങ്ങൾ അവരിൽ നിന്ന് മാറിപ്പോവില്ല എന്നറിയാം. അങ്ങനെയുള്ള നിങ്ങളെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ അവർ കാണിച്ചു എന്നാണ് പറയുന്നത്. ആ സമയത്ത് ക്യൂൻ വാണ്ടിൻ്റെ വലയിലായിരുന്നു അല്ലേ? അതുകൊണ്ടാണ് ഇത്ര അഹങ്കാരം കാണിച്ചത്. എന്നാൽ പിന്നീട് അവരെന്തായി? 8 സോഡ്സായി. അതിലങ്ങ് പോയി പെട്ടു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവിടെ സ്നേഹമൊന്നുമില്ലെന്ന്. കണ്ട് ഭ്രമിച്ച് വന്നതെല്ലാം കാക്കപ്പൻ്റെ ആയിരുന്നു. ഇങ്ങനെ തന്നെ പറയാം. കയ്യിലൊരു രത്നമോ അല്ലെങ്കിൽ മാണിക്യം ഉള്ളപ്പോഴാണ് അത് വലിച്ചെറിഞ്ഞിട്ട് പലരും കാക്കപ്പൊന്നിൻ്റെ പിന്നാലെ പോകുന്നത്. അവിടെ പോകുമ്പോഴാണ് അവർ ചില കാര്യസാധ്യത്തിന് നിങ്ങളെ അട്രാക്റ്റ് ചെയ്തതാണെന്ന്. അവർക്ക് പല ലക്ഷ്യങ്ങളായിരുന്നു. 3-4 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ സ്വസ്ഥത തകർക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ പങ്കാളിയോട് ഏതെങ്കിലും വിധത്തിൽ അവർക്ക് ഈഗോ ഉണ്ടായിരുന്നിരിക്കണം, അത് തീർക്കാനാണ്. ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ എല്ലാ നിലയ്ക്കും ഉപയോഗിക്കുക എന്നുള്ളതാണ്.
അപ്പം നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ അത് കിട്ടാനാവും, അല്ലെങ്കിൽ ഫിസിക്കൽ താല്പര്യത്തിനാവും, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം തകർക്കുക എന്നുള്ള ഉദ്ദേശമായിരിക്കും. അങ്ങനെ നിങ്ങളെ എല്ലാ തരത്തിലും ഉപയോഗിച്ച ശേഷം നിങ്ങൾ സ്വന്തം പങ്കാളിയേക്കാൾ വലുതാണെന്ന് പറഞ്ഞ് പോയ ആൾ ഉപേക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ ചതിച്ചു എന്ന് മനസ്സിലാവുമ്പോൾ ആ നിമിഷം ഉണ്ടല്ലോ, അത് നമ്മൾക്ക് മറികടക്കാൻ കഴിയില്ല എന്നാണ് ഇവിടെ 8 സോർട്സ് പറയുന്നത്. അങ്ങനെ മറികടക്കാൻ കഴിയാതെ ഇരിക്കുന്ന ഒരാളെയാണ് 8 സോർട്സ് കാണിച്ചിരുന്നത്. ആദ്യം എല്ലാ നിലയ്ക്കും ഉത്സാഹമായിരുന്നു അവർക്ക്. കാരണം പുതിയ പ്രണയം കിട്ടിയിരിക്കുകയല്ലേ. അവരെ എന്തോ ഒന്നാണ്, അറിയാത്ത എന്തോ ഒരു സ്വർഗമാണെന്ന് വിചാരിച്ചാണ് പോയത്. പോയി നോക്കുമ്പോഴാണ് അത് നരകമാണെന്ന് മനസ്സിലായത്. സ്വർഗം കയ്യിൽ തന്നെ ആയിരുന്നു, അത് കളഞ്ഞിട്ടാണ് ഞാൻ ഈ നരകത്തിലേക്ക് വന്ന്. ഇത്രയും പറഞ്ഞാൽ പോരെ, കാര്യങ്ങൾ മനസ്സിലായില്ലേ എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അത് പ്രപഞ്ചമാണ്. നേരെ മറിച്ച് നിങ്ങൾ തടഞ്ഞിരുന്നെങ്കിൽ അവരെ വീണ്ടും വീണ്ടും പോയിക്കൊണ്ടേയിരിക്കും. അപ്പം അവർക്ക് എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തു പ്രപഞ്ചം. അപ്പം ചില വീഴ്ചകൾ നല്ലതിനാണ് എന്നാണ് അവിടെ പറയുന്നത്. ആദ്യമൊക്കെ ഭയങ്കര അഹങ്കാരിയായി പെരുമാറിയിരുന്ന നിങ്ങളുടെ പങ്കാളി ചിലപ്പോൾ സിംഗിളാവാം, കപ്പിളാവാം, അല്ലെങ്കിൽ 2 കുടുംബത്തിലിരിക്കുന്നവരാവാം. ഭയങ്കര അവഗണനയായിരുന്നു, നിങ്ങളെ കണ്ടാൽ പുച്ഛായിരുന്നു അല്ലേ. നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി പുറകെ നടക്കുമ്പോഴേ എനിക്ക് വേറെ ഉണ്ട് എന്നുള്ള ഭാവമാണ്. നീ ഇല്ലെങ്കിൽ പോയി പണി നോക്ക്, ഇങ്ങനെയുള്ള അഹങ്കാരമാണ്. ആളിത്തിരി സൗന്ദര്യം ഉണ്ടാവും, നല്ല പണം ഉണ്ടാവും, പക്ഷെ ഇതൊന്നല്ല നമ്മുടെ പുറകെ വരുന്നത്. നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, നമ്മളെ അറിയുന്ന ഒരു വ്യക്തിയാണ് നമ്മൾക്ക് വേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. അതല്ലായിരുന്നു അപ്പുറത്ത് നിന്നിരുന്ന ആള്. ഇവരെക്കാൾ അഹങ്കാരമുള്ള, ഇവരെ എങ്ങനെയെങ്കിലും ഉപയോഗിച്ച് വലിച്ചെറിയണം എന്ന് വിചാരിച്ച ഒരാളാണ് തേർഡ് പാർട്ടിയായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. വല്ലപ്പോഴും സത്യം പറയൂ, അങ്ങനത്തെ ഒരാളാണ് വന്നിരിക്കുന്നത്. ട്രാപ്പിലാക്കാൻ വേണ്ടി തന്നെയാണ് അവർ ഇവരെ അട്രാക്റ്റ് ചെയ്തത്. അപ്പോൾ അവർ ട്രാപ്പിലായപ്പോൾ റിവൈൻഡ് ചെയ്യാൻ തുടങ്ങി. ഞാൻ എന്താ ചെയ്തത്, ഞാൻ എത്ര വലിയ തെറ്റാ ചെയ്തത്, ഞാൻ എന്താണ് കളഞ്ഞിട്ട് വന്നത്. അത്രയ്ക്കും എന്നെ പ്രിയമുള്ള, എൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന, എൻ്റെ വേദനകൾക്ക് ഒരു പരിഹാരം പറയുന്ന, എനിക്ക് ശക്തിയായി നിന്ന ഒരാളെയാണ് ഞാൻ കളഞ്ഞിട്ട് വന്നത് എന്ന ബോധമുണ്ടായത് ഈ സമയത്താണ്. മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടുമ്പോഴാണ് തൻ്റെ യഥാർത്ഥ പങ്കാളി ആരാണ്, തന്നെ ആരാണ് യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നത്. ഒരു വീഴ്ച വരുമ്പോഴാണ് നമ്മുടെ സുഹൃത്തിനെയും ബന്ധുവിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ സുഹൃത്ത് ചമയുന്ന ആളുകളൊന്നും ആ സമയത്ത് ഉണ്ടാവില്ല. എന്നാൽ അതുവരെ അടുപ്പം കാണിക്കാതെ നിന്ന ഒരാൾ, ഇത്തിരി ഗൗരവത്തിൽ നിന്നൊരാൾ ആ സമയത്ത് വന്ന് സഹായിക്കില്ലേ, അവരുടെ മനസ്സ് നല്ലതാണ്. അപ്പം ഈ പുറത്തേക്ക് ചിരിച്ച് കാണിക്കുക, അങ്ങനത്തെ ആൾക്കാരെയാണ് 3 കപ്പ് കാണിക്കുന്നത്. ഭയങ്കരമായിട്ട് ചിരിച്ച് കാണിക്കും, നന്നായിട്ട് സംസാരിക്കും. അവരെ പോലെ സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാരില്ല എന്നാണ് പറയുന്നത്. വളരെ സരസമായി സംസാരിക്കുമെന്നാണ് പറയുന്നത്, മനോഹരമായി, മധുരഭാഷിതം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. എന്നാൽ അവർ ഈ പറയുന്നതെല്ലാം കള്ളത്തരങ്ങളാണ് എന്ന് പറയുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിയിലേക്ക് പോകാൻ തുടങ്ങിയ, അല്ലെങ്കിൽ പോയി പെട്ട ഒരാളെയാണ് എനിക്കിന്ന് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. നല്ലൊരു സ്നേഹത്തിനെ കരയിപ്പിച്ചിട്ട് അവരതിലേക്ക് പോയി. എന്നാൽ ഇപ്പം അവർ സ്വയം കരയാൻ തുടങ്ങി, ഇപ്പം നിങ്ങളെ ഓർക്കാൻ തുടങ്ങി എന്നാണ് അടുത്ത കാർഡുകൾ പറയുന്നത്. നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങി എന്ന് പറയുന്ന ആദ്യത്തെ കാർഡാണ് ഭൂമി. ഇവിടെ ഭൂമി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പുറത്തുനിന്ന് ഇങ്ങോട്ടാണ് വായിച്ചു വരുന്നത്. ഭൂമി പറയുന്നു നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങി. ഈ അഹങ്കാരിക്ക് ക്ഷമ വന്നു, ദയ വന്നു, മനസ്സിലാക്കാൻ തുടങ്ങി അല്ലേ. ആദ്യമൊക്കെ നിങ്ങൾക്ക് മുന്നിൽ വാതിലടച്ചിരുന്ന ആള് വാതിലും തുറന്ന് കാത്തിരിക്കുകയാണ്, ഒന്ന് വന്നെങ്കിൽ, ഒന്ന് സംസാരിച്ചെങ്കിൽ. ഇങ്ങനെ അവർ പശ്ചാത്തപിക്കാൻ തുടങ്ങിയപ്പോൾ അതിനുള്ള വഴിയും പ്രപഞ്ചം തുറന്നു തരാൻ തുടങ്ങി. ഒരു തെറ്റൊക്കെ ആർക്കും പറ്റില്ലേ, അവരെ വീഴ്ത്തിയതാണ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വീഴ്ത്തിയതാണ്. ഒപ്പം വർക്ക് ചെയ്യുന്നതായിരിക്കാം, ഒപ്പം പഠിച്ചതായിരിക്കാം, സാമ്പത്തിക ഇടപാടുണ്ടാവുമായിരിക്കാം. അങ്ങനെ എന്തൊക്കെ ഇങ്ങനെ നിത്യം കാണുമ്പോൾ ചില ആൾക്കാരോട് നമുക്ക് അടുപ്പം തോന്നൂലേ. അത് ട്രാപ്പിലാക്കാൻ വേണ്ടി നിൽക്കുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ പോയി വീഴും ചെയ്യും. അതുപോലുള്ള എന്തോ ഒരു വീഴ്ചയിലാണ് നിങ്ങളുടെ പങ്കാളി പോയി പെട്ടത്. അപ്പോഴാണ് നിങ്ങളോട് ഗൗരവം കാട്ടിയ ആൾക്ക് നിങ്ങളെ സ്നേഹം തോന്നി തുടങ്ങിയത്, നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങി, നിങ്ങളിലേക്ക് വരണമെന്ന ആഗ്രഹം തുടങ്ങി, നിങ്ങളോട് വളരെ റൊമാൻറ്റിക്കായി സംസാരിക്കണമെന്ന് തോന്നി തുടങ്ങി. ഇവിടെ 10 പെന്റക്കിൾ വന്നിട്ടുണ്ട്. ഇപ്പം തോന്നാൻ തുടങ്ങി ജീവിതാവസാനം വരെ നിങ്ങളെ പിരിയില്ല എന്ന്. ഇതൊന്നും വിശ്വസിക്കാനൊന്നും പറ്റില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വേറൊരാൾ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോഴും നിങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറും. കാരണം മനസ്സിന് ചാഞ്ചല്യമുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. ഡെവിളാണ് ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ കയറി കൂടുന്നത് അല്ലേ. അങ്ങനെ ഡെവിൾ വരുന്ന നേരത്തെ വേണ്ടാത്തതൊക്കെ തോന്നും.
ഈ പറ്റിക്കപ്പെടുന്നത് ആരാണെന്നറിയോ? ബോൾഡാണെന്ന് പുറത്തേക്ക് കാണിക്കുന്ന ആൾക്കാര് പറ്റിക്കപ്പെടുന്നത് അവര് പാവങ്ങളായതുകൊണ്ടാണ്. ഈ കിങ് പാണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ശൗര്യം കാണിക്കാൻ മാത്രമേ കഴിയൂ. മറ്റുള്ളവരുടെ മുന്നിൽ ഒന്നിനും കൊള്ളാത്ത ഒരാളാണ്. അതുകൊണ്ടാണല്ലോ ഒരാൾക്ക് പറ്റിക്കാൻ പറ്റിയത്. ബോൾഡായ ഒരാളെ ആർക്കെങ്കിലും പറ്റിക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ക്യൂൻ പാണ്ട് അങ്ങനെയല്ല. അവരെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല. അവരെ മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അവര് ബോൾഡാണ്. അത് പറയാതെ വയ്യ. അങ്ങനെ കിങ്ങിന് ക്യൂൻ കപ്പിനെ കാണണമെന്നായി. ക്യൂൻ കപ്പാണ് നിങ്ങൾ പങ്കാളി കേട്ടോ. വിവാഹിതരാവാം, വിവാഹം കഴിക്കണമെന്ന് വിചാരിച്ചവരാവാം, രണ്ട് കുടുംബത്തിൽ ഇരുന്ന് പ്രണയിക്കുന്നവരാവാം. ഇവിടെ കിങ് ക്യൂൻ എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ജെൻഡർ ഒന്നും തീരുമാനിക്കേണ്ട. നിങ്ങളുടെ സാഹചര്യം എന്താണ് അതുപോലെ എടുക്കുക കേട്ടോ. ഇനി വന്നിരിക്കുന്നു 10 പെൻഡക്കൾ. പാരമ്പര്യം പറയുന്നുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ 2 ജാതിയോ 2 മതമായിരിക്കാം, അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടി 2 ജാതിയോ 2 മതമായിരിക്കാം. ഇനി ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കൂടെ താമസിക്കണം എന്ന് തോന്നിത്തുടങ്ങിയെന്നാണ് 10 പെൻഡക്കൾ പറയുന്നത്. എനിക്ക് അവരുടെ ഭർത്താവണം, അല്ലെങ്കിൽ ഭർത്താവാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ ഇനി എൻ്റെ ഭാര്യയെ വഞ്ചിക്കില്ല എന്ന തീരുമാനമെടുത്തു. ഇതുപോലെയൊക്കെ അവർ പല കാര്യങ്ങളിലും മനസ്സിന് മാറ്റം വരുത്തി എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത കാർഡ് പേജ് വാണ്ടാണല്ലേ. വിശാലമായൊരു ലോകം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരാൻ പോവുകയാണ് പ്രകൃതി. അപ്പം ഇയാളെ തീയിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി പഴുപ്പിച്ച് ആ വേസ്റ്റൊക്കെ അങ്ങ് കളഞ്ഞു അല്ലേ. ഇപ്പോൾ തങ്കം തനി തങ്കായി മാറി, സ്വർണം. അതിൽ എന്തൊക്കെ വേസ്റ്റ് ഉണ്ടോ അതൊക്കെ ഉരുക്കി കളഞ്ഞു. അതുപോലെയാണ് തേർഡ് പാർട്ടിയിൽ പോയിപ്പെട്ട ആളെ പരീക്ഷണങ്ങളിൽ അങ്ങ് നീറ്റിയെടുത്തു. ഇനി നിങ്ങൾക്ക് തരാൻ പോകുന്നത് തനി തങ്കായിട്ടാണ്. അത് മനസ്സിലാക്കുക. അങ്ങനെ അവരുടെ മനസ്സിൽ നിങ്ങളോട് ചില നെഗറ്റീവ് പെരുമാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അത് മാറ്റി തരാൻ വേണ്ടി പ്രകൃതി തന്നെ കണ്ടുപിടിച്ചൊരു സൂത്രമാണ് ഈ തേർഡ് പാർട്ടിയും അതിലെ ചതിയും. അത് മനസ്സിലാക്കുക. നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നിങ്ങൾക്ക് കൊണ്ടുതരാൻ വേണ്ടിയാണ് ഈ പരീക്ഷണം ഉണ്ടായത് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് മുന്നിൽ നല്ലൊരു ജീവിതമാണ് പറയുന്നത്. അപ്പം അവരുടെ കറയൊക്കെ കളഞ്ഞു, നല്ല സ്വഭാവമായി. അവരെന്ത് വേണം എന്ത് വേണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി. ഏറ്റവും വലുത് അതാണല്ലോ. നിങ്ങളെ മനസ്സിലാക്കി തുടങ്ങി. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അവർ മാറി എന്നാണ് പറയുന്നത്. ഇനി വന്നിരിക്കുന്നു ലവ് കാർഡ് തന്നെ. അത് പറയുന്നത് നിങ്ങളൊരു മിഥുനം രാശിക്കാരാണ്, സോൾ കണക്ഷനാണ്, ഒന്നിച്ച് പോണ്ടവരാണ്. ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരുന്നു ഇത്ര കാലം. അത് മാറി അല്ലേ. പരീക്ഷണങ്ങളൊക്കെ മാറി. ഇനി നിങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്തോ എന്നാണ് ഇവിടെ ലവ് കാർഡ് പറയുന്നത് കേട്ടോ. 6ന്റെ കുറവുകളും കുറ്റങ്ങളും ശാപങ്ങളും എല്ലാം മാറി. 8ന്റെ ശാപം മാറി, 6ന്റെ കുറവുകളും കുറ്റങ്ങളും മാറി. ഇനി നിങ്ങൾക്ക് അങ്ങ് തരാൻ പോവുകയാണ് പ്രപഞ്ചം. അപ്പം അതങ്ങ് 2 കൈയും നീട്ടി സ്വീകരിക്കുക കേട്ടോ. കുറച്ച് മാസങ്ങളോ കുറച്ച് ദിവസങ്ങളോ ഒക്കെ അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാവാം. ഒരു തേർഡ് പാർട്ടി തന്നെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ സാഹചര്യങ്ങളായിരിക്കാം. അതിൽ നിന്നൊക്കെ അവർ മാറി വന്ന് നിങ്ങളിലേക്ക് വരികയാണ് എന്നാണ് ഇവിടെ എല്ലാ കാർഡും പറയുന്നത്. ആദ്യം അവർക്ക് നിങ്ങളെ അത്രയ്ക്ക് അങ്ങ് വിലയുണ്ടായിരുന്നില്ല. അന്തർമുഖനായ രാജാവായിട്ടാണ് പെരുമാറിയിരുന്നത്. ഒരു വാല്യൂ തന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഭൂമിയായി മാറി. എവിടേക്ക് തിരിക്കാനും നിങ്ങളുടെ ചിന്തയായി മാറി. നിങ്ങളെ കാണണം, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളുടെ സംസാരം കേൾക്കണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളിലേക്ക് അവർ മാറി. പോരെ, അതിലേക്ക് എത്തിച്ചു തന്നു. അവർക്ക് കുറച്ച് കറകളും ദൂഷ്യ സ്വഭാവങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം തീയിലിട്ട് ഉരുക്കിയെടുത്തു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതുപോലെ അവരുടെ മനസ്സിനെ പാകപ്പെടുത്തി തന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതിനു വേണ്ടിയുണ്ടായ ചെറിയ പരീക്ഷണമായിരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാ തരത്തിലും അവരെ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാതെ സ്വീകരിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ആർക്കോ വേണ്ടിയാണ് ഇന്നത്തെ എനർജി വന്നിരിക്കുന്നത്. ഇവിടെ കിട്ടിയ കാർഡിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. തേർഡ് പാർട്ടിയിലേക്ക് പോയി അവർ നിങ്ങളിലേക്ക് തന്നെ വന്നു. അതിനിടയിലുള്ള ആ കാലഘട്ടം നിങ്ങളെ മനസ്സിലാക്കാനുള്ളതായിരുന്നു. അതാണ് ഇന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. എന്തൊക്കെയാണ് റിപ്പീറ്റായി വന്ന അക്ഷരങ്ങൾ? സെപ്പറേഷനാണ് ഇവിടെ പറയുന്നത്. പറഞ്ഞില്ലേ, നിങ്ങളെ വിട്ടു പോയതാണ്, വീണ്ടും വന്നോട്ടോ, പേടിക്കണ്ട. ഇവിടെ വിവാഹം കഴിച്ച പാർവതി പരമേശ്വരന്മാരെ ആണ് കാണിക്കുന്നത്. സ്വയംവരം തന്നെയാണ് കാണുന്നത്. പാർവതി കുറച്ച് തപസ്സിരിക്കേണ്ടി വന്നു അല്ലേ, ശിവനെ നേടാൻ വേണ്ടി. ആ തപസ്സിൻ്റെ ഒരു കാലമായിരുന്നു നിങ്ങളുമായിട്ട് അവർ മാറിപ്പോയത് എന്ന് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് തപസ്സായിരുന്നു അത്. അതിന് അനുഗ്രഹം കിട്ടി, ഈശ്വരൻ പ്രത്യക്ഷമായി, ഇങ്ങനെ വിചാരിക്കൂ കേട്ടോ. പാർവതി തപസ്സിരുന്നു, ശിവൻ വന്നു, കല്യാണം കഴിച്ചു. ഇവിടെ മെസ്സേജ് അതാണ്. എന്നാൽ ആദ്യം കിട്ടിയത് സെപ്പറേഷനായ രാമനും സീതയാണ്.
അതൊന്നും നിങ്ങൾ കണക്കാക്കണ്ട. ഇതെല്ലാം പരീക്ഷണത്തിൻ്റെ കാലഘട്ടമായിരുന്നു എന്ന് വിചാരിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് അവർക്ക് വേണ്ടി കാത്തിരിക്കുക. നിങ്ങളുടെ സ്നേഹം സത്യമുള്ളതാണെങ്കിൽ, നിങ്ങൾ അർഹതയുള്ള ആളുകളാണെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ അവർ വരൂ, മറ്റെവിടേക്കും പോവില്ല. ഇനി നമുക്ക് ഹെൽത്ത് കരിയർ ഇതിലേക്ക് പോവാം. ഇവിടെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നത് സ്ത്രീകളുടെ അമിത ആർത്തവം, ഗർഭാശയ അണ്ഡാശയ സ്തന ഫൈബ്രോയിഡുകൾ വന്നിട്ടുണ്ട്. ഇനി പോസിറ്റീവ് മെസ്സേജ് പ്രഗ്നൻസി പീരീഡ് ആണ് കേട്ടോ. കരൾ രോഗങ്ങളെ, മദ്യപാനം ഇത് വന്നിട്ടുണ്ട്. നട്ടെല്ലിൻ്റെ തണ്ടിലിൻ്റെ വേദന, ദന്തരോഗങ്ങൾ വന്നിട്ടുണ്ട്. കുടലിലെ അസുഖങ്ങൾ, വയറുവേദന, ദഹനക്കേട് വന്നിട്ടുണ്ട്. സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. BP വന്നിട്ടുണ്ട്. ഇനി ജോലി പറയുന്നത് അധ്യാപകരായിരിക്കാമെന്ന് പറയുന്നുണ്ട്. ഗവൺമെൻറ് ജോബുകളായിരിക്കാമെന്ന് പറയുന്നുണ്ട്. ഇനി പഞ്ചായത്തിലെ വില്ലേജിലേക്ക് ജോലികൾ പറയുന്നുണ്ട്. സോഷ്യൽ വർക്കർ ആയിരിക്കാമെന്ന് പറയുന്നുണ്ട്. പൊതുപ്രവർത്തനം പറയുന്നുണ്ട്. ബ്യൂട്ടി രംഗം പറയുന്നുണ്ട് കേട്ടോ. ഇനി പൊതുവായ കാര്യങ്ങൾ, വിഷദംശം പറയുന്നുണ്ട്. വെള്ളത്തിലെ അപകടങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും ഒന്ന് സൂക്ഷിക്കാൻ പറയുന്നുണ്ട്. കല്യാണാലോചന വരും, നടക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം കല്യാണാലോചന വന്നാൽ ചിങ്ങത്തിൽ നടക്കൂലേ. ബന്ധുസമാഗമം പറയുന്നുണ്ട്. അവിചാരിത യാത്രകൾ പറയുന്നുണ്ട്. കയ്യിൽ കുറച്ച് പണം വന്നു ചേരും എന്ന് പറയുന്നുണ്ട്. സ്വപ്ന സാക്ഷാത്കാരങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ. സന്ദേശവാഹകൻ വന്നിട്ടുണ്ട്. പ്രണയ സന്ദേശങ്ങൾ പറയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പങ്കാളി ഇന്ന് നന്നായി റൊമാൻറ്റിക് ആയിട്ടൊരു സന്ദേശമൊക്കെ അയക്കുന്നതാണ് ഇവിടെ പറയുന്നത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ പ്രൈവറ്റ് റീഡിങ്ങിന് എന്നെ സമീപിക്കുക. അവിടെ ഞാൻ കണ്ട കാര്യമാണ് പറയുക. അത് കേട്ടിട്ട് വേദനിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ വിചാരിക്കുന്ന തരത്തിലാവില്ലേ എനിക്കിവിടെ റീഡിങ്ങിൽ കിട്ടുക. ഞാൻ റീഡിങ്ങിൽ കണ്ട കാര്യം പറയും. അതുകൂടി നിങ്ങളൊന്ന് ഓർക്കണം. നിങ്ങളുടെ പങ്കാളിയുടെ തെറ്റ് നിങ്ങൾക്കറിയാം അല്ലേ. അവർ നിങ്ങളെ അത്രയ്ക്കൊന്നും പരിഗണിക്കുന്നില്ല എന്നും അവർക്ക് തേർഡ് പാർട്ടി ഉണ്ടെന്നും സത്യമുള്ള ആളല്ല എന്നും ഒക്കെ അറിഞ്ഞിട്ടാണ് ഈ റീഡിങ് എടുക്കാൻ വരുന്നത്. നമ്മളത് കാർഡിൽ കണ്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേട്ടവർക്ക് ഭയങ്കര ദേഷ്യം നമ്മളോടായി. പിന്നെ അതിൻ്റെ പ്രതികാരങ്ങൾ വന്ന് തീർക്കുന്നത് ഈ റീഡിങ്ങിൻ്റെ താഴെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ വയലൻ്റായിട്ട് കാര്യമില്ല. നിങ്ങൾ കേൾക്കേണ്ട സത്യം മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നല്ലതാണെങ്കിൽ അത് പറയും, അല്ലെങ്കിൽ അതും പറയും. അപ്പം അത് കേൾക്കാൻ തയ്യാറായിട്ട് മാത്രം വരിക. എൻ്റെ റീഡിങ് കേട്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ ഏത് ടൈപ്പ് ക്യാരക്ടറാണെന്ന്. ഉള്ളതുപോലെ പറയുന്ന ആളാണ്. അത് പ്രൈവറ്റ് റീഡിങ്ങിലും അത് തന്നെയാണ്. അവിടെ വേറൊരു മുഖമൊന്നുമില്ല. എനിക്കിതൊറ്റ സ്വഭാവമേ ഉള്ളൂ. നേരെ വാ നേരെ പോ, കണ്ട കാര്യം പറയും. ഇനി നമുക്ക് മാലാഖയുടെ മെസ്സേജിലേക്ക് പോവാം. എൻഗേജ്മെൻ്റ് ആണ്, വിവാഹ നിശ്ചയം, റിലീസ് യുവർ എക്സ് എന്നാണ്. അപ്പോൾ അത്തരക്കാരാവും റീഡിങ്ങിന് വരുന്നുണ്ടാവുക. ഞങ്ങളുടെ മനസ്സിൽ നിന്ന് അതങ്ങ് കളയൂ എന്ന് പറയുന്ന കാർഡൊക്കെ കിട്ടുമ്പോൾ നമ്മളതല്ലേ പറഞ്ഞു കൊടുക്കുക. ഫോർഗീവ് ആൻഡ് ലേണിംഗ്. ഈ ബന്ധത്തിനെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ നിന്ന് അങ്ങ് കളഞ്ഞിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നെഗറ്റീവായ അനുഭവങ്ങളും പാഠങ്ങളും മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കണം. അപ്പോഴാണ് നമുക്ക് ഇനിയൊരു ചതി പറ്റാതിരിക്കുക. ഇനി ഹണിമൂൺ വന്നു, ട്രൂ ലവ് വന്നു. അപ്പം ചില ആളുകളുടെയൊക്കെ ആത്മാർത്ഥമായ പ്രണയമാണ് കേട്ടോ. എത്രയോ ആൾക്കാർ വിവാഹേതര ബന്ധത്തിൽ നല്ല പ്രണയമുള്ള ആൾക്കാരെ കാണാറുണ്ട്. റീഡിങ്ങിലൊക്കെ അവരൊരു ആത്മബന്ധമായിരിക്കാം, മുജന്മ ബന്ധമായിരിക്കാം. സാഹചര്യങ്ങൾ കൊണ്ട് സ്നേഹമൊന്നും കൊടുക്കാൻ പറ്റാതെ അകന്നൊക്കെ പോയിട്ടുണ്ടാവും. എന്നാലും അവരുടെ മനസ്സുകളും സോളുകളും തമ്മിലുള്ള ആ കണക്ഷൻ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് തന്നെയാണ് പറഞ്ഞു കൊടുക്കുക. ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്, നിങ്ങളെ പറ്റിക്കണമെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് മോഹം തന്ന് നിങ്ങളെ എല്ലാ തരത്തിലും പറ്റിച്ച് കടന്നു കളഞ്ഞ ഒരാളെയാണ് എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നതെങ്കിൽ എനിക്ക് മറ്റൊന്നും പറയാൻ പറ്റില്ലല്ലോ. അത് നിങ്ങൾ അറിയണ്ടേ. ഇതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. അപ്പോൾ സത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. അത് ഉൾക്കൊള്ളണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. അത് കേൾക്കുമ്പോഴേക്കും വല്ലാതെ ടെൻഷൻ അടിച്ച് ജീവിതം തന്നെ വേണ്ടാന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ ദയവായി എന്നെ സമീപിക്കരുത്. എനിക്ക് വേറെ എൻ്റെ അഭിപ്രായങ്ങൾ പറയാറില്ല. ഇവിടെ കാണിച്ചു തന്ന കാര്യം മാത്രമേ പറയാൻ അറിയൂ. അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. തേർഡ് പാർട്ടി കണ്ടോ, മാലാഖ പറയുന്നതുണ്ടോ. തേർഡ് പാർട്ടി കാരനാണ് ഇത്ര നേരം നമ്മൾ ഈ സംസാരമൊക്കെ ഉണ്ടായത്. അവരോടെ കമ്മിറ്റ്മെൻ്റ് എന്നാണ് പറയുന്നത്. മാത്രമല്ല മാരേജും ചെയ്യും. അപ്പം തേർഡ് പാർട്ടിയെ മാരേജ് ചെയ്യുന്ന നിങ്ങളെ മോഹിപ്പിച്ച ഒരാളെയാണ് ഇവിടെ കാണിക്കുന്നത്. എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു. ഐ മിസ് യു എന്ന് പറയുന്നുണ്ട്. സാഹചര്യം കൊണ്ട് വേറൊരാളെ കല്യാണം കഴിക്കേണ്ട അവസ്ഥയായിരിക്കാം. റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ.
അപ്പം തേർഡ് പാർട്ടീൻ്റെ കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞു, ഹണിമൂൺ വന്നു, എൻഗേജ്മെൻറ്റ് വന്നു അല്ലേ? അപ്പോൾ ഇതിലേതാണ് നിങ്ങളുടെ സാഹചര്യം? സിംഗിളാണോ നിങ്ങൾ? നൈസായിട്ട് നിങ്ങളെ അങ്ങ് ഒഴിവാക്കിയിട്ട് വേറൊരു കല്യാണത്തിലേക്കാണോ അവർ പോയത്? എന്നാൽ അവർ ട്രാപ്പിലാവാൻ പോവുകയാണ്. അല്ല, യഥാർത്ഥ പ്രണയമാണെങ്കിൽ നിങ്ങൾ സങ്കടപ്പെട്ടതെല്ലാം പ്രകൃതി കണ്ടിട്ടുണ്ട്, അവരെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി മാറ്റി നിർത്തിയതാണ്. ഇതാണ് ഇന്നത്തെ റീഡിങ്ങിൽ കണ്ടത്. എന്നാൽ അവസാനം കിട്ടിയതിൽ ചില കള്ളത്തരങ്ങളുള്ള ആൾക്കാരെയും വേറെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ നിങ്ങളുടെ അനുഭവം പോലെയൊക്കെ എടുക്കുക. നിങ്ങളുടെ പങ്കാളി നിങ്ങളെ സത്യമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്നേഹം സത്യമാണെങ്കിൽ, ഇത് രണ്ടും ഉണ്ടായിട്ട് കാര്യമില്ല, അർഹതയുള്ള ആളുകളാണെങ്കിൽ നിങ്ങളിലേക്ക് വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പോസിറ്റീവായി ഇരിക്കുക കേട്ടോ.